ഇന്നലെ രാത്രി 10:30 കൂടിയാണ് അടൂരിൽ നിന്നുള്ള പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് യൂട്യൂബറായ രാജൻ ജോസഫിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോഴുള്ളത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. വൈകുന്നേരത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, ഈ കോൺഗ്രസ് പ്രവർത്തകയായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് പലതവണ ഇവരുടെ ഒരു വീഡിയോയിലൂടെ തന്നെ അപകീർത്തികരമായ രീതിയിൽ മോശം പരാമർശങ്ങൾ നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ നേരത്തെ LDF സർക്കാരിന്റെ കാലം മുതൽ തന്നെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ വീണ്ടും രാജൻ ജോസഫിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുള്ളത്. അവിഹിത കലകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സമൂഹ മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൾ നിലത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, ഞാൻ തിരികെ പോരുന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്ന് ഉറങ്ങി എന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്നുറപ്പിക്കുകയായിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവ് ഉണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജന്റെ സുഖകരമായ അക്കമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കുറിപ്പ്. ഇന്ന് രാവിലെ ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പാണ് ഞാൻ വായിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, അതായത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്തും ഈ മാലിന്യത്തിനെതിരെ, രാജൻ ജോസഫ് എന്ന് പറയുന്ന മാലിന്യത്തിനെതിരെ, രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു തെമ്മാടിക്കെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി പറഞ്ഞതാ. പക്ഷെ അന്ന് പിണറായി വിജയന് വലിയ ശുഷ്കാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ശ്രീനാദേവി കുഞ്ഞമ്മ CPI-കാരിയായിരുന്നു. പിന്നീട് CPI വിട്ട് അവർ കോൺഗ്രസിൽ ചേർന്നു. അവര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ഈ പറയുന്ന പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായി മത്സരിച്ചു, വിജയിച്ചു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ഇപ്പോ അവര് പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് CPI വിട്ടത് കൊണ്ടും അവര് ഈ പറയുന്ന കോൺഗ്രസിൽ ചേർന്നത് കൊണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി പറഞ്ഞത് രാജൻ ജോസഫ് എന്ന് പറയുന്ന മുൻ DYFI-കാരനെതിരെ ആണ് എന്നുള്ളത് കൊണ്ടും പിണറായി വിജയൻ ഈ പറയുന്ന പരാതിയിന്മേൽ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ജൂണിൽ വീണ്ടും പരാതി നൽകുന്നത്. അപ്പൊ പരാതി നൽകി, പരാതി കിട്ടി, തനിക്കെതിരെ പരാതി വന്നു എന്ന് കണ്ടപ്പോ ഈ രാജൻ ജോസഫ് ഒളിവിൽ പോയതാണ്. യൂട്യൂബിലെ പരിപാടിയൊക്കെ തൽക്കാലം നിർത്തി സോഷ്യൽ മീഡിയയിലെ കൊരയും ഈ മാലിന്യ നാവും ഒക്കെ അടക്കി വെച്ച് കുറച്ചു കാലം ഒളിവിലായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഇതേ സോഷ്യൽ മീഡിയയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്വന്തം അമ്മയെ കുറിച്ച് പോലും അവിഹിത കഥകൾ മാത്രം പറഞ്ഞിരുന്ന യൂട്യൂബർ രാജൻ എന്ന് പറയുന്ന മാലിന്യം ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 21 ദിവസമായി. KSU മുൻ മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദർശ് മുക്കടയെ മർദ്ദിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ഭയന്ന് മാളത്തിൽ ഒളിച്ചതാണ് ഈ അപമാനിയ ദേഹം. ഫേസ്ബുക്കിലാണ് കോടതി എന്ന് വിചാരിച്ച ഈ മാലിന്യത്തിന് എതിരെ യഥാർത്ഥ കേസ് വന്നപ്പോൾ വായും ഫേസ്ബുക്കും കൂട്ടി ഓടിയിരിക്കുകയാണ്. കണ്ടുകിട്ടുന്നവർ അദ്ദേഹത്തിന്റെ കരണത്ത് ഒന്നും കൊടുക്കരുത് എന്നും പരിക്കേൽപ്പിക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. 2 ദിവസം മുമ്പ് ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. അപ്പോ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ മാലിന്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, എസ്പെഷ്യലി ഈ കുര തുടങ്ങിയത് 2025 ഓഗസ്റ്റ് മുതലാണ്. 2025 ഓഗസ്റ്റ് മുതലാണെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായ ആ നിമിഷം മുതൽ കുര തുടങ്ങിയ ഈ വ്യക്തി അന്ന് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ആയിരുന്നു ആക്രമിച്ചു കൊണ്ടിരുന്നത്. കഥകൾ മെനഞ്ഞ് തനിക്ക് തന്റെ ഇമാജിനേഷൻ പവർ തെളിയിക്കുന്ന രീതിയിൽ
ആവശ്യത്തിലധികം ഇമാജിൻ ചെയ്ത് ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം വെല്ലുവിളികളുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം മാത്രം നിലനിൽക്കുന്നു. കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ചാക്കെടുത്തിറങ്ങി. ഏതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും ബംഗാളിലും അതുപോലെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ചാക്കെടുത്തിറങ്ങി ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിക്കുന്ന പരിപാടി പോലെ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് ചാക്കെടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ തെരുവോരങ്ങളിലൂടെ. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്കാരിയെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. നിലവിലെ പരാതിക്കാരിയായിട്ടുള്ള ഒന്നാമത്തെ പരാതിക്കാരെയും ആ ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം ചെന്നു കണ്ടു, മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടു, ഒഫീഷ്യൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു, നിയമ നടപടിക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഇതേ പരാതിക്കാരി അന്ന് പറഞ്ഞു, ഞാനില്ല, നിയമ നടപടിക്കില്ല, പരാതിയില്ല, മറ്റുള്ള ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ആ പരാതിക്കാരി മുതൽ പരാതിക്കാരികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഈ പറയുന്ന പോലീസിന്റെ പണി ഏറ്റെടുത്ത റിപ്പോർട്ടർ TV മരം കൊള്ളക്കാരൻ കാട്ടുകള്ളം വീരപ്പൻ ആൻഡോയും അവന്റെ തീട്ടം നക്കിയായിട്ടുള്ള മൊട്ട അരുണും ചേർന്ന് പദ്ധതി ഇട്ടു. അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ CPIയുടെ ഭാഗമാണ്. ആ CPIയുടെ ഭാഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഒരു പരാതി നൽകണം, നിങ്ങൾ സാങ്കല്പിക ഇരയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരയല്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ നിങ്ങൾ ഒരു പരാതി നൽകണം. അങ്ങനെ നിങ്ങൾ സാങ്കല്പിക ഇരയാവാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ അത് നിരസിക്കുന്നു എന്ന് മാത്രമല്ല, തന്നെ ഇങ്ങനെ സമീപിച്ചു എന്നും കൃത്യമായ ഡീറ്റെയിലുകൾ അടക്കം ആ കാര്യം അവര് ജനമധ്യത്തിൽ പുറത്തു പറയുകയും ചെയ്യുന്നു. അന്ന് മുതൽ ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന മാലിന്യത്തിന്റെ ഇരകളിൽ ഒരാൾ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ആയി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ തുടങ്ങിയവർക്കെതിരെ നിരന്തരമായി വ്യാജങ്ങൾ പടച്ചുവിടുകയായിരുന്നു ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന പഴയ ഡിവൈഎഫ്ഐക്കാരൻ. അങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി പറയുന്നത്. പരാതി പിണറായി വിജയന്റെ പോലീസ് മുക്കി. ഏതുപോലെ ആശാജി ജോസഫ് PT കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതി പറഞ്ഞപ്പോ അത് മുക്കിയതുപോലെ പിണറായി വിജയൻ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി മുക്കി. മാത്രവുമല്ല, ആ കേസ് കണ്ട ഭാവം നടിച്ചില്ല, പരാതി കണ്ട ഭാവം നടിച്ചില്ല. പിന്നീടാണ് ജൂൺ മാസത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും പരാതി പറയുന്നത്. ആ പരാതി വന്ന ഉടനെ രാജൻ ജോസഫ് എന്ന് പറയുന്ന മാലിന്യം മാളത്തിൽ ഒഴിച്ചു. കാരണം എന്താ? രക്ഷിക്കാൻ പിണറായി വിജയനില്ല. രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ അത് മുക്കാൻ പിണറായി വിജയനില്ല. മറിച്ച് മുഖ്യമന്ത്രി കസേരയിൽ VD സതീശനും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ രമേശ് ചെന്നിത്തലയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാജൻ ജോസഫ് ഒളിയിൽ പോയി. എന്തായാലും പൊക്കി എന്ന് മാത്രമല്ല, അതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ സ്റ്റേഷനിൽ ചെന്നു, അടൂര് പോലീസ് സ്റ്റേഷനിൽ ചെന്നു, മാലിന്യത്തെ നേരിട്ട് കണ്ടു. മാലിന്യത്തിന് ജയിലിൽ, സെല്ലിൽ, ലോക്കപ്പിൽ ഉള്ള സൗകര്യങ്ങൾ വിലയിരുത്തി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കണ്ടു, സംതൃപ്തി അടഞ്ഞു, നിർവൃതി അടഞ്ഞു. എന്നിട്ടാണ് അടൂരിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോ വെല്ലുവിളിച്ചവനെ ലോക്കപ്പിൽ കയറ്റി പൂട്ടിയ ധീര വനിതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തില് കുറെ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. അവിഹിതങ്ങളും വ്യാജ കഥകളും ഉണ്ടാക്കിയിട്ട് പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്നവരെ വേട്ടയാടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അവഹേളപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ എണ്ണം. അപ്പൊ അതിലൊരുത്തരാണ് ഈ രാജൻ ജോസഫ്. എന്തായാലും പൂട്ട് വീണിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.